എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തിൻ്റെ ദുഃഖം എൻ്റെ ദുഃഖമാണ്. ഞാൻ പ്രിയപ്പെട്ട ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്വൻ ചേട്ടനെ കണ്ടു, അമ്മയെ കണ്ടു, മക്കളെ കണ്ടു, ബന്ധുക്കളെ കണ്ടു, അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. സർക്കാർ അവർക്ക് ഒപ്പം പൂർണ്ണമായിട്ടും ഉണ്ടാകും. അത് എല്ലാ തലത്തിലും സർക്കാർ പൂർണ്ണമായിട്ട് ഉണ്ടാകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യം സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ അത് ഉണ്ടാകും. ബിന്ദുവിന്റെ കുടുംബത്തിന്റെ ദുഃഖം തന്റെ ദുഃഖം കൂടിയാണ് എന്നാണ് മന്ത്രി പറഞ്ഞത്. എല്ലാ സഹായവും നൽകി കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പങ്കുവച്ചത്. നമുക്കിപ്പം ശ്യാം പ്രസാദ് ഉത്തമൻ തുടരുന്നുണ്ട്. ശ്യാം, ബിന്ദുവിന്റെ അമ്മ സംസാരിക്കുമ്പോഴും പറഞ്ഞിരുന്നത് ഈ കുടുംബത്തിന്റെ ആശ്രയം മകൾ ബിന്ദു ആയിരുന്നു, എപ്പോഴും ഓടി നടന്നിരുന്നത് മകന്റെ ജോലിക്കായിട്ടായിരുന്നു എന്നുള്ളതും പറയുന്നുണ്ട്. ഇപ്പോൾ മന്ത്രി എത്തി, മന്ത്രിയുടെ വാക്കുകൾ ഇവർ വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ? അതിൽ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ടോ ഈ കുടുംബം? നിലവിൽ ഇപ്പോൾ മന്ത്രി എത്തി സർക്കാർ തങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന കാര്യം പങ്കുവെക്കുകയും ആയിരുന്നു ചെയ്തത്. നിലവിലിപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ കുടുംബം ഉള്ളത്. എന്നാലും അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു ജോലി എന്നതാണ്. അക്കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി നിലവിൽ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടില്ല. പ്രധാനമായിട്ടും പറഞ്ഞത് ഈ കുടുംബത്തിനൊപ്പം എന്ന് പറയുമ്പോഴും വി എൻ വാസവൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഇപ്പോൾ താൽക്കാലികമായ ഒരു ജോലി നൽകുന്ന കാര്യമാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ നിലവിൽ മന്ത്രി പറഞ്ഞിട്ടില്ല. പക്ഷേ സർക്കാർ കുടുംബത്തിനൊപ്പം ഉണ്ട് എന്ന ഒരു ആശ്വാസ വാക്ക് ഇപ്പോൾ ഈ ദിവസം എത്തി മന്ത്രി പങ്കുവച്ചു. സ്വാഭാവികമായിട്ടും അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ മന്ത്രി എത്തി അവരെ കുടുംബത്തെ കണ്ടു, അമ്മയെ കണ്ടു, അതോടൊപ്പം തന്നെ ബിന്ദുവിൻ്റെ ഭർത്താവിനെ കണ്ടു, അതോടൊപ്പം തന്നെ മറ്റ് മക്കളെയും ഒക്കെ കണ്ട് ബന്ധുക്കളെയും കണ്ട ശേഷമാണ് നിലവിൽ ഇവിടെ നിന്നും മന്ത്രി ഇപ്പോൾ മടങ്ങിയിട്ടുള്ളത്. രാവിലെയോടുകൂടിയാണ് മന്ത്രി എത്തിയത്. മന്ത്രിക്കൊപ്പം പ്രദേശത്തെ CPM പ്രവർത്തകരും CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അവരെല്ലാവരും ചേർന്നാണ് ഈ കുടുംബത്തെ കണ്ട് ഈ കാര്യങ്ങളടക്കം പങ്കുവെക്കുകയും ചെയ്തത്. ശരി ശ്യാം, എന്തായാലും പ്രതിഷേധങ്ങൾക്കൊടുവിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് മരിച്ച ബിന്ദുവിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. കുടുംബത്തെ ആശ്വസിപ്പിച്ചിട്ടാണ് മന്ത്രി മടങ്ങിയത്. ജോലിയും ചികിത്സയും സംബന്ധിച്ചിട്ടുള്ള ഉറപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട്. നേരത്തെ താൽക്കാലിക ജോലി വാഗ്ദാനം ചെയ്തിരുന്നു, എന്നാൽ നവനീത ജോലി വേണ്ട എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്തിമ തീരുമാനം മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷമായിരിക്കും ഉണ്ടാവുക. കുടുംബത്തിന്റെ ദുഃഖം തന്റെ ദുഃഖമാണ് എന്നാണ് മന്ത്രി പറഞ്ഞത്. അവർക്കൊപ്പം ഉണ്ടാകും എന്നൊരു ഉറപ്പ് കൂടി കൊടുത്തിട്ടാണ് മന്ത്രി പോയത്. ശ്യാം പ്രസാദ് ഉത്തമനാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.